തമിഴ്നാട് പോലീസ് നൽകിയ മുന്നറിയിപ്പിൽ കൊച്ചിയിൽ പിടിയിലായത് വൻ ATM കൊള്ളസംഘം. ATM കൊള്ളയ്ക്കായി കാർ മോഷ്ടിച്ച് മുങ്ങിയ ഹരിയാന, ആന്ധ്രാപ്രദേശ് സ്വദേശികളാണ് പനങ്ങാട് പോലീസിന്റെ വലയിലായത്. ചോദ്യം ചെയ്യലിനിടെ പ്രതികളിൽ ഒരാൾ സ്റ്റേഷന്റെ ചില്ല് തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടെയ്നർ ലോറിയാണ്. ആ ലോറിയിലുള്ള ആൾക്കാർ ഒരു കാർ മോഷ്ടിച്ച ആൾക്കാരെന്നാണുള്ള ഒരു ഇൻഫർമേഷനാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇവിടെ ചെക്കിംഗ് നടത്തിയപ്പോഴത്തേക്ക് വാഹനം കാണുകയും അത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലാണ് ഇന്നലെ ഒരു കാറ് മോഷണം പോയതായി പോലീസിന് പരാതി ലഭിക്കുന്നത്. ഇതോടുകൂടി പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ഒരു കണ്ടെയ്നർ ലോറിയിൽ കാർ കടത്തിക്കൊണ്ടുപോയെന്ന് പോലീസിന് വ്യക്തമാക്കുകയും ചെയ്തു. ഇക്കാര്യം ഉടൻ തന്നെ കേരള പോലീസിനെ അടക്കം അറിയിച്ചു. എന്തായാലും കേരള പോലീസ് രാത്രിയോടുകൂടി അന്വേഷണവും ആരംഭിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് പനങ്ങാട് പോലീസ് ഈ കണ്ടെയ്നർ ലോറിയെയും 3 പേരെയുമായി പിടികൂടുന്നത്. ഈ 3 പേരെയും പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇതിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. എന്തായാലും ഇവരാണ് ഈ കാറ് മോഷ്ടിച്ചതെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ തന്നെ അത് സംബന്ധിച്ചുള്ള മൊഴി നൽകിയിട്ടുണ്ട്. അവിടെ നിന്നും കൃഷ്ണഗിരിയിൽ നിന്നും മോഷ്ടിച്ച കാറ് 20 കിലോമീറ്റർ മാറ്റി സുരക്ഷിതമായി ഇടുകയായിരുന്നു ഈ പ്രതികൾ. അതിനുശേഷം ഇവിടെ കേരളത്തിലെത്തിച്ച് ഇവരുടെ കണ്ടെയ്നർ ലോറിയിൽ ഉണ്ടായിരുന്ന AC വിതരണം ചെയ്തതിനു ശേഷം മടങ്ങിപ്പോയി മോഷണം നടത്താനായിരുന്നു പ്രതികൾ ലക്ഷ്യം വെച്ചിരുന്നത്. ATM മോഷണമായിരുന്നു പ്രതികൾ ലക്ഷ്യം വെച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ പിടിയിലായ 3 പേരും, ഇതിൽ 2 പേർ ഹരിയാന സ്വദേശിയും ഒരാൾ രാജസ്ഥാൻ സ്വദേശിയുമാണ്. ഈ 3 പേരും നിരവധി കേസുകളിൽ പ്രതികളാണ് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും പനങ്ങാട് പോലീസ് ജയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചതിനും ഒപ്പം തന്നെ ഇവരുടെ വാഹനത്തിൽ നിന്ന് ഗ്യാസ് കട്ടർ അടക്കമുള്ളവ കണ്ടെത്തിയതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ATM കവർച്ചയായിരുന്നു പ്രതികൾ ലക്ഷ്യം വെച്ചിരുന്നതെന്നാണ് പനങ്ങാട് പോലീസിന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യമാണ് ഈ പ്രതികൾ മൊഴിയായി നൽകിയിരിക്കുന്നത്.